ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. CMD സൈറ്റ്, അതായത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സൈറ്റ് വഴി അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അതായത് TRCയിലാണ്. അത് KIIFBയുടെ കീഴിലുള്ള പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. മൂന്ന് പോസ്റ്റുകളിലായിട്ട് 6 വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് അതിനകത്ത് നോക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 12 TRC എന്ന ടെക്നിക്കൽ റിസോഴ്സ് സെൻ്ററാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ കീഴിലായിട്ടാണ് വേക്കൻസി വന്ന് കിടക്കുന്നത്. അപ്പോൾ സീനിയർ റെസിഡൻറ്റ് എഞ്ചിനീയർ, ജൂനിയർ റെസിഡൻറ്റ് എഞ്ചിനീയർ എന്നിങ്ങനെ 3 പോസ്റ്റുകൾക്കായിട്ടാണ് നമ്മുടെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ജൂനിയർ റെസിഡൻറ്റ് എഞ്ചിനീയർ സിവിലിന് വേക്കൻസി 2, BTech സിൻ സിവിൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ MTech ഡിസറബിളാണ് MTech. അതേപടി തന്നെ ജൂനിയർ റെസിഡൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതും തന്നെ വേക്കൻസി 2. എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റും 3 പോസ്റ്റിനും എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നല്ല 40, 50, 60 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളുടെ മാച്ച് ആകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് അപേക്ഷിക്കുക. അല്ലാത്ത പക്ഷം ഫ്രണ്ട്സിന് ആരെങ്കിലും റിലേറ്റീവ്സിനുണ്ടെങ്കിൽ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സീനിയർ റെസിഡൻറ്റ് എഞ്ചിനീയർ വേക്കൻസി 2, MTech തന്നെയാണ് ഇതിനകത്ത്, BTech തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. MTech ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനകത്ത് 1 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ഓൺലൈൻ മോഡാണ് അപേക്ഷിക്കേണ്ടത്. CMD സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതെ ശ്രദ്ധിക്കുക. അതായത് ജൂലൈ 12 ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഈ പോസ്റ്റിലേക്കെന്ന് പറയുന്നത്, അപ്പോൾ അതിന് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബിൻ്റെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിലും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സംശയമില്ലാത്ത നോട്ടിഫിക്കേഷൻ അത്ര ക്ലിയർ ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ വായിച്ച് നോക്കുക. എന്നിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.